കാനറ ബാങ്ക് ഉണ്ടായിരുന്നു, മലമ്പുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട്, യൂണിയൻ ബാങ്കിന്റെ കഞ്ചിക്കോട് സാഹചര്യത്തിലുണ്ട്, പാലക്കാട് സാഹചര്യത്തിലുണ്ട്. ഞാനത് ഈ സ്ഥലം നിങ്ങൾക്ക് കൊടുത്തു ഫോറസ്റ്റ് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. വിലയില്ലാതെ കുറെ ഉണങ്ങി പോകും. പച്ചക്കറി വില ചെയ്ത് വാഴയും ചെയ്ത് കഴിഞ്ഞ വെച്ചിട്ട് 1000 ഈ ഉണക്കിൽ പോയല്ലേ പിന്നെ കാവല് 1000 വാഴ പോയല്ലേ. ഈ കഴിഞ്ഞ വാഴ വെച്ച് ഈ പ്രാവശ്യം വാഴ വെച്ചില്ല. കാവല് ചെയ്തോളൂ. എല്ലാം ഉണങ്ങിയ ഉണങ്ങിയില്ല. അതൊന്ന് മറച്ചു കളഞ്ഞ് രണ്ടാമത് പിന്നെയും ചെയ്തു, അതും പോയി. പിന്നെ എന്താണ് പൊടിയൊന്നുമില്ലാതെ എനിക്ക് 2 പിന്നെ പിള്ളേരൊക്കെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്തിട്ടാണ്. ഇവരുടെ ആഭരണമൊക്കെ പണയം വെച്ചിട്ടാണ് കൃഷി ചെയ്തത്. കല്യാണം വെച്ച് കുട്ടിയാണ്. മറ്റേ ഒരാൾക്ക് 10-14 രൂപ കണ്ണാണ്. നേരത്തെ തന്നെ വളരെ മോശമാണ്. ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, കീടനാശിനിയുടെ വില കൂടി, വളത്തിൻ്റെ വില കൂടി, ഉൽപ്പന്നങ്ങളുടെ വില ഇടിവായിട്ട് നമുക്ക് വിലക്കയറ്റം പുറത്തുണ്ടെങ്കിലും ഇവർക്ക് അത് കിട്ടുന്നില്ല. ഇടനിലക്കാരും മറ്റൊക്കെ ആയിട്ട് പോവുകയാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയായ ഹോർട്ടികോർപ്പ്, പിന്നെ VFC ഒക്കെ വെറുതെ ഒരു സംഭരണം നടക്കുന്നില്ല, ഒരു സംഭരണം ചെയ്യുന്നില്ല. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ഉണ്ടാക്കുന്നത്, വട്ടവടയിലാണ്. വട്ടവടയിൽ നിന്ന് പോലും അവർ സംഭരിക്കുന്നില്ല. എല്ലാ കാർഷിക മേഖലയിലും ഇതുണ്ട്. നമ്മളിത് ഗൗരവമായിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ചർച്ച ചെയ്യുന്നുണ്ട്, പരമാവധി നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സർ, പക്ഷേ ഇതൊന്നും സർക്കാർ ഒരു കർഷക ആത്മഹത്യയായിട്ട് ഒരു കണക്കാക്കുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ഈ മന്ത്രി പറഞ്ഞത് നിങ്ങളിങ്ങനെ ആത്മഹത്യ എന്ന് പറയല്ല, അതങ്ങനെ ഒരു ട്രെൻഡാവും എന്ന് പറഞ്ഞു. പക്ഷെ ആത്മഹത്യ അല്ലാതാവും. വേറെ കാരണം കൊണ്ടല്ലല്ലോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് തന്നെ ഉദാഹരണം, നമ്മളാരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം 5-6 കൊല്ലം കൂടി ഉണ്ടായാൽ നമ്മളിത് തന്നെ ചെയ്യും. അതേ സ്ഥിതിയല്ല ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്നത്. അവരിപ്പോൾ പറട കേട്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ സ്ഥലത്തിൻ്റെ മുഴുവൻ പട്ടയം പോലും കിട്ടിയിട്ടില്ല. ബാക്കി പോയി പല സ്ഥലത്തുനിന്നും പാട്ടത്തിനെടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യണത്. മകളുടെ സ്വർണം, 2 മക്കൾ കല്യാണം കഴിച്ചു പോയ മകളുടെ സ്വർണം പണയപ്പെടുത്തിയിട്ട് ചെയ്യുകയാണ്. ബാങ്കിലെ പൈസ കൊടുക്കാറുണ്ട്. അതിങ്ങനെ കൂടുന്നു. സ്വന്തമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ അത് ഞാൻ പറയാൻ പറ്റും. വന്യമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം കൂടി എന്ന് വെച്ചാൽ അതിൻ്റെ മീതെയാണ് ഈ വരൾച്ചയും ഈ മഴയും എല്ലാം കൂടി ആയത്. പരിതാപകരമായ അവസ്ഥയാണ്. പരിഹരിക്കണം. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു കാർഷിക പാക്കേജ്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ്. ഈ വിള ഇൻഷുറൻസിൻ്റെ ഈ കുടിശ്ശിക കൊടുക്കാനുള്ളത് കോടികളാണ്. 51 കോടി രൂപയാണ് വിള ഇൻഷുറൻസിൻ്റെ കുടിശ്ശിക കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപയുടെ ആകെ കൊടുത്തത്. 51 കോടി കൊടുക്കാനുള്ളടുത്ത് 6 ലക്ഷം രൂപ, 662 കൊടുത്തത്. ഇതൊക്കെ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നിയമസഭയ്ക്കകത്തും നമ്മളെ പുറത്തും ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ വിഷയങ്ങൾ വരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു കാർഷിക പാക്കേജും ഒരു കോമ്പൻസേഷൻ പാക്കേജും ചെയ്ത സംബന്ധിച്ച് ഇപ്പോഴും 500 കോടിയോളം രൂപ ഇപ്പോൾ കൊടുക്കാനുണ്ട്. 5-6 മാസത്തോളമായി അത് എല്ലായിടത്തും